വിവോയുടെ വിവോ T2 Pro 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 24,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ T2 Pro 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം, ഇതിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം അതാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യം. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സർ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. mediatek dimensity 7200 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ mediatek dimensity 8100 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഫീച്ചർ നമ്മൾ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താത്തത്. എന്തായാലും ഈ ഒരു ഫോണിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 5G സപ്പോർട്ട് വരുന്നുണ്ട്. 10 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും കൊടുത്തിട്ടില്ല. എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫോൺ പെട്ടെന്ന് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പർ ചേമ്പർ ലിക്വിഡ് കൂളിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏരിയ വരുന്നത് 3000 mm² ആണ്. പിന്നെ 4D ഗെയിം വൈബ്രേഷൻ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4600 mAh ബാറ്ററി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. തരക്കേടില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇനി ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 300 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 10-bit ഡിസ്പ്ലേക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 93.3% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1300 nits ആണ്. പിന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ആ ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. എടുത്തു പറയേണ്ട കാര്യം, കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 175 gram ആണ്. തിക്നെസ് വരുന്നത് 7.36 mm ആണ്. പിന്നെ ഈ ഫോണിൽ AG ഗ്ലാസ് ബാക്ക് ബോഡിയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. IP52 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ ന്യൂൺ മോൺ ബ്ലാക്ക് അതുപോലെ തന്നെ ഡ്യൂൺ ഗോൾഡ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 16 MP f2.45 വരുന്ന സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 64 MP f1.79 വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൽ OS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത് 2 MP f2.4 വരുന്ന ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. ആ മെയിൻ ക്യാമറ സെൻസറിൽ OS എന്നുള്ള ഫീച്ചറൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ മിസ്സിംഗ് ആണ്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലൊക്കെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല. അപ്പം അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സിംഗിൾ സ്പീക്കറേ ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. അതും കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊക്കെയാണ് നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇതാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സ്. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ 8GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 23,999 രൂപയാണ്. അതുപോലെ തന്നെ 8GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 24,999 രൂപയാണ്. ICICIയുടെ കാർഡും അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ കാർഡൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. സെപ്റ്റംബർ 29 മുതലാണ് ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുമ്പ് ഇന്ത്യൻ മാർക്കറ്റിൽ iQOO Z7 Pro 5G എന്നൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിവോ T2 Pro 5G എന്ന സ്മാർട്ട് ഫോൺ ആ ഒരു ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷനാണ്. സ്പെസിഫിക്കേഷനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. കാര്യമായിട്ടുള്ള ഡിഫറൻസ് വരുന്നത് iQOO Z7 Proയുടെ സെയിൽ നടക്കുന്നത് ആമസോൺ വഴിയാണ്. എന്നാൽ ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത് ഫ്ലിപ്കാർട്ട് വഴിയാണ്. ബാക്കി വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ഓൾമോസ്റ്റ് സെയിം ആണ്.
എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T2 Pro 5G എന്ന സ്മാർട്ട് ഫോണിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണാണ്. അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൺ പേപ്പർ തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും തരക്കേടില്ലാത്ത ക്യാമറ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിൽ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല, അതുപോലെ തന്നെ സിംഗിൾ സ്പീക്കറേ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇതൊക്കെ പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഓപ്ഷനിൽ ഇൻഫിനിക്സ് 030 5G പോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതിലാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ റിയൽമിയുടെ റിയൽമി 11 Pro അതുപോലെ തന്നെ നാർസോ 60 Pro ഇതുപോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതിലും കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ അതിൽ വരുന്നില്ല. അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇല്ലാത്തത് ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വിവോ T2 Pro 5G എന്ന സ്മാർട്ട് ഫോൺ വലിയ തരക്കേടില്ലാത്തൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ലൊരു പ്രോസസ്സറും കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.